കണ്ണൂരിലെ സ്വകാര്യ ബസ്സിലെ താടിക്കാരനായ ഡ്രൈവർ ഏറെ ബാധ്യതകൾ കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിഷമിക്കുന്നവൻ. അച്ഛനും അമ്മയും കൂലിപ്പണി ചെയ്യുന്നവർ. ബിജു എല്ലാ പണിക്കും പോകും. പെയിന്റിംഗ്, പാറപൊട്ടിക്കൽ, ഡ്രൈവർ, ക്ലീനർ, അങ്ങനെ എല്ലാം. അന്ന് സ്മാർട്ട് ഫോണൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പാവപ്പെട്ടവൻ. കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാടിയിൽ പാവന്നൂർ എന്ന സ്ഥലത്തെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവൻ. ആദ്യമായി ഒരു ബന്ധു കൊടുത്ത ലാവ എന്ന ഫോണിൽ നിന്നും ടിക്ടോക്കിലൂടെ തുടക്കം. അന്നൊക്കെ കൂട്ടുകാരുടെ കൂടെ അവരുടെ ഫോണിൽ നിന്നും യൂട്യൂബ് കാണുമായിരുന്നു. അവനിടുന്ന ടിക്ടോക്ക് വീഡിയോ ഒന്നും ആദ്യം ആരും കണ്ടില്ല. ഒരു വർഷം കൊണ്ട് 375-ലധികം വീഡിയോകൾ ചെയ്തിട്ട് ഒന്നുപോലും ഗതി പിടിച്ചില്ല. ഇതിനിടെ ലാവ ഫോൺ പണിമുടക്കി. പുതിയ ഫോൺ പോയിട്ട് അരി മേടിക്കാൻ പോലും കാശില്ലാത്ത സമയം. അങ്ങനെ ടിക്ടോക്കും നിർത്തി. കോവിഡ് മൂർച്ഛിച്ച സമയം. അങ്ങനെ ബസ്സിലെ ജോലിയും നഷ്ടമായി. വീട്ടിൽ തന്നെ അടച്ചിരിക്കേണ്ട അവസ്ഥ. ബാധ്യതകൾ അധികമായി. പെട്ടെന്നുള്ള അച്ഛൻ്റെ മരണം കൂടി ആയപ്പോൾ പ്രതിസന്ധികൾ കൂടി. ആയിടെ ഒരു കന്നഡക്കാരിയെ വിവാഹം കഴിച്ചു. കവിതയുടെയും കുടുംബത്തിൻ്റെയും അകമഴിഞ്ഞ പിന്തുണ കൊണ്ട് തന്നെ മെല്ലെ ടിക്ടോക്ക് വൈറലായി. 5 ലക്ഷം ഫോളോവേഴ്സായി. ഫോൺ കേടായതോടെ അതും നിലച്ചു. ടിക്ടോക്ക് വീഡിയോകൾ കാണാതായതോടെ ഒരു പ്രവാസി സുഹൃത്ത് കാര്യമന്വേഷിച്ചു. അപ്പോൾ ഫോൺ തകരാറിലായ കാര്യം ബിജു പറഞ്ഞു. അങ്ങനെ തൻ്റെ സുഹൃത്തിൻ്റെ കലാപരമായ കഴിവ് ഒരു ഫോണില്ലാത്തതുകൊണ്ട് നഷ്ടമാകരുതെന്ന് കരുതി ആ സുഹൃത്ത് ഒരു സ്മാർട്ട് ഫോണിനുള്ള പണം നൽകി. ഫോൺ കിട്ടിയതോടെ അവർ വീണ്ടും ടിക്ടോക്ക് വീഡിയോകൾ ചെയ്തു. ടിക്ടോക്കിലെ അതേ പേരിൽ അവർ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ആദ്യം അവർ വെബ് സീരീസ് ആണ് തുടങ്ങിയത്. അവരുടെ വിവാഹാലോചന തന്നെയായിരുന്നു പ്രമേയം. വിവാഹാലോചന വേളയിൽ നേരിട്ട അനുഭവങ്ങളെ കോർത്തിണക്കിയാണ് ആദ്യ മിനി വെബ് സീരീസ് ചെയ്തത്. കണ്ണൂർക്കാരനും കന്നഡക്കാരിയും എന്നായിരുന്നു അതിൻ്റെ പേര്. സെൽഫി സ്റ്റിക്കോ സ്റ്റാൻഡോ ഒന്നുമില്ലാത്തതിനാൽ കയ്യിൽ പിടിച്ചാണ് അന്ന് ക്യാമറ ചെയ്തിരുന്നത്. മരത്തിൻ്റെ കമ്പുകൾ സ്റ്റാൻഡുമാക്കി. യൂട്യൂബ് നോക്കിയാണ് എഡിറ്റിംഗ് പഠിച്ചെടുത്തത്. സുഹൃത്തുക്കളെല്ലാം ഒരുപാട് സഹായിച്ചു. കവിതയോടൊപ്പം അമ്മയും അഭിനയിച്ചു തുടങ്ങി. സബ്സ്ക്രൈബേഴ്സ് ഒന്നും അന്നുണ്ടായിരുന്നില്ല. ഫോൺ നൽകിയ സുഹൃത്തിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് ചാനലിൻ്റെ പേര് KL ബ്രോ ബിജു ഋത്വിക് എന്നാക്കി മാറ്റിയത്. ക്രമേണ കോവിഡ് നിയന്ത്രണങ്ങൾ അയയാൻ തുടങ്ങി. ബസ്സിലെ ജോലി തിരിച്ചു കിട്ടി. ബസ്സിനെക്കുറിച്ച് വീഡിയോകളും ചാനലിലിട്ടു. അതിന് നല്ല വ്യൂസ് കിട്ടി. മെല്ലെ യൂട്യൂബ് കുടുംബത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തി. അക്കാലത്ത് കുറേ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. ചാനലിൽ നിന്ന് ആദ്യം കിട്ടിയ പണം കൊണ്ട് ബാങ്ക് ലോൺ അടക്കുകയാണ് ഉണ്ടായത്. ആദ്യമൊന്നും മകൻ ഋത്വിക്കിനെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായില്ല. കാരണം കുട്ടികളെ കാണിക്കാൻ യൂട്യൂബിൽ നിബന്ധനകളുണ്ട്. പിന്നീട് ടോം ആൻഡ് ജെറി എന്ന ഷോർട്ട് വീഡിയോ സീരീസിലാണ് അവൻ സ്ഥിരമായി അഭിനയിച്ചു തുടങ്ങിയത്. ആ ഷോർട്സ് വീഡിയോകൾ വൈറലായി. 100 മില്യൺ വ്യൂസ് വരെ കിട്ടിയ വീഡിയോകൾ ഉണ്ട്. ആദ്യ നാളുകളിൽ കാഴ്ചക്കാരില്ലാതെ വന്നപ്പോൾ എല്ലാവരെയും പോലെ ഇവർക്കും മടുപ്പ് തോന്നിയിട്ടുണ്ട്. പല കളിയാക്കലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം വാക്കുകളൊക്കെ ആദ്യം വളരെ അധികം വേദനിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് അതിനെയെല്ലാം പോസിറ്റീവായി കണ്ടു തുടങ്ങി. ഇപ്പോൾ ഒരു ഡയറി പോലെയാണ് ഞങ്ങൾ ചാനലിനെ കാണുന്നത്. ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ് വീഡിയോകളാക്കുന്നത്. 1500 വീഡിയോകൾ ഇതിനകം ചെയ്തു. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതിൽ നിന്നും ചെറിയൊരു സന്തോഷമെങ്കിലും ലഭിക്കണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓരോ ദിവസം ആവശ്യമായ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ബിജുവാണ്. വീട്ടിൽ അതിഥികളായി എത്തുന്നവരെ അടക്കം കഥാപാത്രങ്ങളായി മിക്കപ്പോഴും വീഡിയോകളിൽ ഉൾപ്പെടുത്താറുണ്ട്. വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യൂട്യൂബ് തുടങ്ങിയതിനു ശേഷമുള്ള മാറ്റം. സാമ്പത്തിക നഷ്ടം വരുമ്പോൾ കടം വാങ്ങുക അല്ലെങ്കിൽ ലോൺ എടുക്കുക എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ മാറിക്കിട്ടി. മറ്റൊരു മാറ്റവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മുമ്പ് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും. ഒരു സിനിമയിൽ അഭിനയിക്കാൻ എല്ലാവർക്കും അവസരം കിട്ടിയെങ്കിലും അമ്മയ്ക്ക് ശസ്ത്രക്രിയയുടെ സമയമായതിനാൽ പോകാൻ കഴിഞ്ഞില്ല. സിനിമയ്ക്ക് വേണ്ടി ചില ആശയങ്ങൾ ബിജുവിൻ്റെ മനസ്സിലുണ്ട്.
അതൊരു തിരക്കഥയാക്കി സിനിമയാക്കണം എന്നതാണ് വലിയൊരു സ്വപ്നം. അതിമോഹമാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെന്ന് ബിജു പറയുന്നു. പ്രിയപ്പെട്ടവരെ, ബിജുവിനെ പോലെ നിങ്ങളും പരിശ്രമിക്കൂ. ഒരു മഴയുണ്ടെങ്കിൽ ഒരു വെയിലുണ്ടാകും, ഒരു രാത്രിയുണ്ടെങ്കിൽ ഒരു പകലുമുണ്ടാകും. നമുക്കെല്ലാവർക്കും പ്രതീക്ഷകളോടെ ഒരുമിച്ച് മുന്നേറാം. കെഎൽ ബ്രോൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.